മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സിനിമയില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സിനിമയില്ല? എനിക്ക് തന്നെ അറിയാലോ എന്താ സിനിമയില്ലാതെ. ഒരാളെ നിർത്തി അങ്ങോട്ട് പൊരിക്കാതെ, അല്ലെങ്കിൽ ഒരു ജാതിനെ അങ്ങോട്ട് നിർത്തി പൊരിക്കാതെ, നമുക്ക് ഇത് ചെയ്യാതെ ഒരു തമാശ പറയണമെങ്കിൽ ഒരാളെ കളിയാക്കണം. ഇപ്പം ഇത് തമാശ ഇല്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ, ഇതൊക്കെ തമാശ അല്ല, ഇതൊക്കെ ബോഡി ഷെയ്മിങ് ആണ് എന്ന് പറയുന്ന ആളുകൾ, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവരെന്ത് തമാശയാണ് പറയണത്? സുനാമി വന്നപ്പോൾ എന്നെ 2-3 കാസറ്റിൽ വിളിച്ച്, മിമിക്സ് സുനാമി, കോമഡി സുനാമി എന്ന് പറഞ്ഞു. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അതിനകത്തൊക്കെ പൊന്തി കിടന്നിരുന്ന ആളാ. നിങ്ങളെന്താണ് ചത്ത ശവം പോലെ നിൽക്കണത്? നിങ്ങൾ ഇതിനകത്തുള്ളതല്ലേ, നിങ്ങൾ ശവത്തെ പോലല്ലേ നിൽക്കില്ല, എന്തെങ്കിലും കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനെ വിളിച്ച് വന്നെന്ന് പറഞ്ഞു, ഇതാരാണെന്ന് അറിയാമോ? ഇല്ല സാർ, നീ ഉദ്ദേശിച്ച ആളല്ല കേട്ടാ, ഇതിനകത്ത് എൻ്റെ കൂടെ കൂടെ നിന്ന് അഭിനയിക്കണ. 250 രൂപ മിമിക്രി കളിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കണത്. അന്ന് 250 രൂപ ഉള്ളു എനിക്ക്. അന്ന് 500 രൂപയ്ക്കുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ഞാനാണ് മൊത്തം കളിക്കണത്. പക്ഷെ 250 രൂപ തരുള്ളൂ. ഞാനൊരു 50 രൂപ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വർഷം വേറെ ആളെ നോക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അതിനകത്ത് നിന്നുള്ളത്. അങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം. അതിപ്പോൾ ഞാൻ മിമിക്രിയിലല്ലെങ്കിൽ പോലും അവിടെ ഞാൻ പാത്രം കഴുകാനെങ്കിലും പോകും, ഏത് യൂണിറ്റിൽ. അങ്ങനെയെങ്കിലും എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര മോഹം വരുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തവണ ശ്രദ്ധിക്കുമ്പോഴും എനിക്ക് ക്യൂരിയോസിറ്റി തോന്നിയത് മുന്നേ കുറച്ച് ഇൻ്റർവ്യൂകളെ പറ്റി പറയുന്നത്. അതായത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലം മുതലേ കരിയറിൻ്റെ ഗ്രോത്തിൽ ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു ടെലിവിഷൻ ചാനലിൽ, പത്രം, അതൊക്കെ ആയിട്ട്. ഈ ഇപ്പോഴത്തെ ഒരു സിനിമാ കൾച്ചറിൽ, ഒരു പോസ്റ്റ് കോവിഡ് സിനിമാ കൾച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രൊമോഷണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ അതിൻ്റെ ആർട്ടിസ്റ്റുകൾ മറ്റുള്ളവരൊക്കെ ഈ സിനിമയുടെ പാർട്ടായി ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഒരുപാട് ചാനലുകൾ ഇതെല്ലാം വരുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ കൾച്ചർ ശരിക്കും പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ, അതായത് ഒരു പ്രേക്ഷകനായിട്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായിട്ട്, അതിന് ശരിക്കും എങ്ങനെ കാണുന്നത് ഈ ഒരു ഇൻ്റർവ്യൂ കൾച്ചർ എന്നുള്ളത്? കൂടുതൽ എക്സ്പോസ്ഡ് ആവല്ലേ ആർട്ടിസ്റ്റുകൾ? ഇങ്ങനെ തോന്നിയിട്ടുള്ളത്? അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ആവശ്യത്തിനൊക്കെ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ എന്തും അധികമായി കഴിഞ്ഞാൽ പ്രശ്നമല്ല. അമൃതും വിഷോടെന്നൊക്കെ പറഞ്ഞ പോലെ ഞാനങ്ങനെ നേരത്തെയൊക്കെ നമ്മൾ സിനിമയൊക്കെ തുടക്കകാലങ്ങളിൽ ഒരുപാട് ചാനൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ എനിക്കത് ഇപ്പോൾ ഒരു മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വല്ല പ്രശ്നം ഉണ്ടാവുമെന്നാവും അത്. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടും, അപ്പോൾ ഞാൻ അത് നമ്മളീ പറഞ്ഞ് അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ. നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മോശം വരണം. ഇതൊന്നുമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് എന്നെ വിളിച്ചത്? അല്ല ചേട്ടൻ്റെ അത് എനിക്ക് സിനിമയില്ല, എന്തെങ്കിലും സിനിമ വന്നാലേ നമുക്ക് അതിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പോത്തമ്മാവ് എങ്ങനെ കിട്ടി, ഇതൊക്കെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ല നമുക്ക് വേറെ പിടിക്കാം, ഞാൻ വേറെ കിട്ടിയില്ലെന്ന് പറയണോ? അല്ല അപ്പം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അത് ശരിയാണല്ലോ, വേണ്ട ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അത് അലമ്പല്ലേ. നമുക്ക് എന്തിനാണ് എല്ലാവരും, നമുക്ക് തന്നെ അറിയാം, കേട്ടത് തന്നെ കേൾക്കുമ്പോൾ ആൾക്കാർ നമുക്ക് തന്നെ ഇഷ്ടമല്ല, അത് തന്നെയല്ലേ ജനങ്ങളും എടുക്കുന്നത്. അപ്പോൾ പരമാവധി അങ്ങനെ പോവാറില്ല. ഇപ്പം ഈ ഇൻ്റർവ്യൂ കൾച്ചർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ഡിസ്കസ്ഡ് ആയിട്ടുള്ളതാണ് ഈ പ്രൈവസിയെ പറ്റിയുള്ള സംസാരങ്ങൾ. ഇപ്പോൾ ഒരു ആക്ടറോ ആക്ട്രസ്സോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ഡോറ് തുറന്നിറങ്ങുമ്പോൾ മുതൽ ക്യാമറ ഫോളോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫോൺ ക്യാമറ ആയിരിക്കാം, അങ്ങനെ ഒരു ക്യാമറ തന്നെ ആയിരിക്കാം. ഇതിൽ ശരിക്കും ഇവരുടെ പേഴ്സണൽ സ്പേസ്, പ്രൈവസി എന്നുള്ളതൊക്കെ ബ്രേക്ക് ആവാണല്ലോ. ഒരു തിയേറ്ററിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവർ വണ്ടി ഇറങ്ങി സിനിമ കാണാൻ കയറി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടി എത്തുന്നവർ ഇവർക്കൊരു മാരത്തോണോ വലിയൊരു അഡ്വഞ്ചർ ട്രിപ്പാണല്ലോ. ഈ ക്യാമറ കണ്ണുകളിൽ നിന്ന് എങ്ങനെ ഓടിപ്പോവാം, പലരും അത് മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്, പലരും അതിലൊരു കംഫർട്ടബിൾ അല്ലാതാവുന്നുണ്ട്. ഈ പ്രൈവസിയുടെ ഒരു ബൗണ്ടറി കടന്നു വരുന്നത്. അപ്പോൾ അതിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ വിജയുടെ ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെങ്ങനെ കാണുന്നത്? ശരിക്കും അതൊരു ഭാഗ്യം കൂടിയാണല്ലോ. നമ്മുടെ പുറകെ കൂടി ക്യാമറയൊക്കെ വന്ന് വരിക, നമ്മൾ കാറിൽ കയറുക, പോകുമ്പോൾ എടുക്കുക, ടാറ്റ കൊടുക്കുക, അത് ഒരു ഭാഗ്യമാണ്. അത് അതിനകത്ത് തെറ്റൊന്നും പറയാനൊന്നുമില്ല. അത്
അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവർക്ക് കിട്ടട്ടെ. ഈ ഒരു പോയിന്റ് ഈ സിനിമകളൊക്കെ ഭയങ്കര വർക്കായി ഈ ബിജുക്കുട്ടൻ ഭയങ്കര സുപരിചിതനാവുന്നുണ്ടല്ലോ എല്ലാവർക്കും. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസുകൾ കൂടെ വരുവാണല്ലോ. ആ സമയത്ത് ലൈഫ് എങ്ങനെയാ പെട്ടെന്ന് മാറുന്നത്? പെട്ടെന്ന് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ലൈഫ് എന്താ, അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കുടിച്ചിരുന്ന് ഞാൻ ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിക്കാനുള്ള പൈസ കിട്ടി അങ്ങനെ. പക്ഷേ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല നമുക്ക്. അല്ല, കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ നമ്മൾ കണ്ട് ചിരിക്കാത്ത ആൾക്കാരൊക്കെ ചിരിക്കുക, നമ്മളൊരു എന്താ പറയുക എല്ലാവരും സ്നേഹിക്കുന്ന ആളായി മാറുക, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞത് ഈ ബിരിയാണി തിന്നണമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ. എനിക്ക് വീട്ടിൽ ഇപ്പോഴും പരിപ്പും ചോറൊക്കെയാണ് ഇഷ്ടം. അല്ലാതെ ഈ നമ്മളായിരിക്കുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതല്ലേ. അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറുന്നു അല്ലേ, അതിനൊപ്പം നമ്മൾ മാറുന്നതിന് നമ്മൾ പേഴ്സണലി നമ്മൾ റൂട്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, ഇതിനെല്ലാം നമ്മളെ ക്രിയേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ എങ്ങനെയായിരിക്കുന്നു അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, നമ്മളായിരിക്കുക. അതിന് ശരിക്കും ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടോ? അത് ശരിക്കും ഭയങ്കര ഈസിയാണ് നമ്മളായിരിക്കുക എന്നുള്ളത്. ബാക്കി എല്ലാം മാറുമ്പോൾ എഫേർട്ടൊന്നുമില്ല. എനിക്ക് അത് ഈസിയാണത്. ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പം നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ സിനിമയില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സിനിമയില്ല, എനിക്ക് തന്നെ അറിയാലോ എന്താ സിനിമയില്ലാത്തതെന്ന്. അപ്പം അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ടൊക്കെ തന്നെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ് സിനിമ ഇല്ലേ കുറഞ്ഞാന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പടത്തിനൊക്കെ പോയി വിളിക്കുന്ന പടത്തിനൊക്കെ പോയി ചെയ്യുന്നുണ്ട്. നമ്മളവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്താ റെമോണ്ടറേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കിടക്കുന്ന റൂമുകൾക്ക് പ്രശ്നം, അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തരയിലാണ് ഇത്തിരി പ്രശ്നമുണ്ട്, ഒരു 50,000 രൂപ കുറച്ച്, അതിനെന്താണ്, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പൈസ ഒന്നും കണ്ടു വളർന്ന ആളല്ല. അപ്പോൾ ഇപ്പോൾ കിട്ടണതിനെ നമുക്ക് ഭാഗ്യമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അതൊന്നും ഞാൻ ഈ സിനിമയില്ലാത്തപ്പോൾ ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണത്. 10,000-50,000 രൂപയൊക്കെ ഒരാൾക്ക് ഇത്തിരി പൈസ കൂടിയാൽ പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്ന, ഇത് താഴേക്കടയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർ. അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുമെന്നും പറഞ്ഞ് കൊടുത്താക്കണമല്ല. അങ്ങനെ ഗുണം ചെയ്യുമെന്നും പറഞ്ഞ് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിഷമം ഉണ്ടാവും എനിക്ക്. പക്ഷെ അത് അല്ല, വിഷമമില്ല നമുക്കത്. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഇത് തരണം ചെയ്ത് അങ്ങ് പോവാം. പെട്ടെന്ന് ഈ റൂം എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കണ്ടായത് ഈ ശാന്തപ്പനോട്ട് കണ്ടേ, ഈ അടികപ്പിയാരെ കൂട്ടമണിയില് അതിലാ വരാന്തി കൂടെ നടക്കുന്ന ഈ നാഗവള്ളി കാർന്നൂർ പരിപാടി ഉണ്ടല്ലോ. ഈ മദ്യപിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ ആയി പെർഫോം ചെയ്യുന്നത്, അത് നമ്മളൊരു നോർമൽ സീരിയലല്ലോ പെർഫോം ചെയ്യുന്നത്. അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓവറാവാൻ പാടില്ല, ഓവറായി ഒരു ചളിയായി പോവാം. അത് നമുക്ക് കൃത്യം മീറ്ററിൽ വർക്കാക്കി എടുക്കണം. ഈ ശാന്തപ്പന അത്തരത്തിൽ ഭയങ്കര ഹാപ്പി സീനാണ്. നമുക്കിപ്പോൾ കാണുമ്പോഴാണെങ്കിലും യൂട്യൂബിലൊക്കെ അതിന്റെ വ്യൂ കണ്ടാൽ നമുക്കറിയാം ആ ക്ലിപ്പുകളുടെ ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസ്. അതിൽ ഈ പറഞ്ഞ ഡോറിന്റെ അടുത്ത് നിന്നിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഗംഗയെ വിളിക്കുന്നുണ്ട്. അതിന്റെ ഒരു കൺസ്ട്രക്ഷനും പെർഫോമൻസും ഒക്കെ എങ്ങനെ? അത് ഇപ്പം നമ്മുടെ ഈ ഡയറക്ടർ പറഞ്ഞ ഒരു എടുത്തു പറയേണ്ട കുറച്ച് സീനുകൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് പെട്ടൊരു സീനാണ്. ചേട്ടാ ഇങ്ങനെ നാഗവല്ലി, അപ്പം നമ്മളാണെങ്കിൽ അത് സ്കിറ്റിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ തമാശ സ്കിറ്റുകളിലും അതുപോലെ തന്നെ വലിയ അവാർഡ് ചടങ്ങുകളിലൊക്കെ സ്കിറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കോമഡി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ. പിന്നെ എന്ത് ചെയ്യും, അത് വേണം ചേട്ടാ, അത് എന്തായാലും വേണം. പിന്നെ ഇതൊക്കെ തന്നെ ഗംഗയെന്നൊക്കെ വിളിക്കണൊക്കെ അല്ലേ ചെയ്യാനുള്ളൂ. അപ്പം ഡയലോഗ് എഴുതി വെച്ചിട്ടില്ല, ഇതിനൊരു സീക്വൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ തമിഴ് ആദ്യം എഴുതിയിട്ട് ഇവിടുന്ന് വായിച്ച് അത് പ്രൊമിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അവിടെ നടക്കണത് അങ്ങനെയാണത് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര സക്സസ് ആയിരുന്നത്. നമ്മൾ ഉദ്ദേശിച്ച കൂട്ടൊന്നുമല്ല. കാരണം നമ്മൾ ഇത്രയും വലിയൊരു സിനിമേനെ, അല്ലെങ്കിൽ ഇത് കുളമായി പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ മലയാള സിനിമയിലെ അഡ്രസ്സ് ചെയ്തൊരു സിനിമയാണത്. ആ സിനിമയുടെ ഒരു നല്ല സീനാണത്. അത് നമ്മൾ കുളമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമുക്കും അത് വിഷമമാണത് അങ്ങനെയൊക്കെ നോക്കി ചെയ്തില്ലെങ്കിൽ. അപ്പം പലവട്ടം പറഞ്ഞ് അത് നോക്കണോ, അത് വേണോ എന്നൊക്കെ ചോദിച്ച് എടുക്കാന്ന് പറഞ്ഞ് എടുത്ത് അങ്ങനെ എടുത്താണ് അത് ഹിറ്റായത്. അതുപോലെ പാട്ട് യേശു വരുമ്പോ അതിന്റെ ഒരു ക്രിയേഷൻ എനിക്ക് എങ്ങനെയാ? കാരണം ഇത് ഒരു പോയിന്റിൽ ഇത് എന്റർടൈൻമെന്റ് ആണ്,
ഇത് വേറൊരു കമ്മ്യൂണിറ്റിനെ ഇത് എഫക്ട് ചെയ്യാൻ പാടില്ല, അവർക്ക് നെഗറ്റീവായി തോന്നാനും പാടില്ല. ഇപ്പോഴാണെങ്കിൽ ഇത്തിരി പ്രശ്നമായി പോകും. അതെന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിൽ ഒരു സോങ് ഉണ്ട് അവിടെ. ആ സോങ്ങിന് വേണ്ടി നമ്മളൊരു കുറേ ദിവസം നൈറ്റ് ഷൂട്ടിന് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് എല്ലാം ചെയ്യുമ്പോഴേക്കും മഴ വരും. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 3-4 പ്രാവശ്യം പോയിട്ട് നടന്നില്ല. നടക്കാതെ വന്നപ്പോൾ വിജയവാചനം പറഞ്ഞ് ഞാൻ സോങ് വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ അല്ലേ. അപ്പോൾ സോങ്ങിൻ്റെ ഭാഗത്ത് സോങ് ആണല്ലോ, അങ്ങനെ ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് വെച്ച്. ഞാൻ വിജയവാചനോട് ചോദിച്ചത്, ഞാനും ധ്യാനും അജുവും കൂടി എന്നിട്ട് ഇങ്ങനെ സാധനം ഉണ്ട്, ചേട്ടൻ പാടിയേട്ടാ. ഞാൻ പാടി കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമല്ലത്. മൊബൈലിൽ പിടിച്ച് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ വിജയവാചനം കേൾപ്പിച്ച്. വിജയവാചനം പറഞ്ഞ് ഇത് ഇത്തിരി പ്രശ്നമാണ്, പക്ഷെ നല്ല രസമുണ്ട്, നമുക്കിത് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണോ വേണ്ടെന്ന് അത് മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് പാടി. എന്നിട്ട് പക്ഷെ അത് ഭയങ്കര അത് ഇപ്പോഴും ക്രിസ്മസ് ആകുമ്പോൾ രണ്ടുപേരെയാണല്ലോ വരുന്നത്. നമ്മൾ പണ്ട് കരോളിന് പോയിട്ടുള്ള പാട്ടാണത്. ഇതും ജീവിതാനുഭവങ്ങളിൽ സത്യമായിട്ടും കരോളിന് പോയിട്ടുള്ള സംഭവമാണത്. അന്ന് പാടിയിരുന്നതാണത് ആ പാട്ട്. വെള്ളിയാഴ്ചയും ക്രിസ്മസും. അതെ. പിന്നെന്ന് വെച്ചാൽ യേശുവിനെ കുറ്റമൊന്നും പറഞ്ഞില്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. പുള്ളിക്ക് പാടാനറിയില്ല, മീറ്ററുകൾ പുള്ളിക്കറിയില്ല. യേശുദാസിന് മാത്രം പാടിയാൽ മതിയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. പുള്ളി ഒരിത്തിരി അടിച്ചാലേ ഉള്ളൂ, പൊങ്ങച്ചക്കാരനാണ്. എന്താണ് പുള്ളി പറയണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല, OMB കുത്തിക്കുറിക്കണോട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കും. സാമ്യപ്പെടുത്തി ആരെയാണ് അപ്പോൾ പുള്ളിക്ക് യേശുവരും പാവമ്മ ജൂദാസ് ഭയങ്കര സാധന. ആ സാധനം എന്നുള്ളത് വേണമല്ലോ, അത് വില്ലൻ എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് അല്ല. അപ്പൊ ഒപ്പിച്ച് പാടിയാണ് പുള്ളി അത്. ആ പാട്ട് ഹിറ്റാണല്ലോ ദിലീപേട്ടൻ്റെ പടത്തില്. അപ്പൊ അതൊരു ഗുണം വരുന്നത്. അല്ല, ഇതിലിപ്പോൾ ആഡ് ഓൺ ചെയ്തൊരു പുതിയ ചോദ്യം ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, ഈ ലൈവായിട്ടുള്ള ഹ്യൂമർ നടക്കുന്ന വേദിയിൽ ജഡ്ജായിരിക്കുന്നു. അവിടെ ലൈവായിട്ടുള്ള ഐഡിയാസ് സ്കിറ്റുകളുടെ രൂപത്തിൽ വരുന്നുണ്ട്. ഈ ഹ്യൂമറിൻ്റെ ഒരു ട്രാൻസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഹ്യൂമർ മാറുന്നുണ്ടല്ലോ. സിനിമയിലെ ഹ്യൂമർ മാറുന്നുണ്ട്, സ്റ്റേജിലെ ഹ്യൂമർ മാറുന്നുണ്ട്. തന്നെ ഒരു ജഡ്ജ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പല തവണ ഈ റിയാലിറ്റി ഷോകൾ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് കേട്ടുള്ള വിമർശനങ്ങളൊന്നാണ് ഈ മൈനർ കമ്മ്യൂണിറ്റികളെ ഹ്യൂമർ രൂപത്തിൽ കൊണ്ടുവരും. ട്രാൻസ്ജെൻഡേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ ജാതി, നിറം, ഇതിൻ്റെയൊക്കെ പേരിൽ ആളുകളെ ട്രോൾ ചെയ്യുന്നത്, ചിരിക്കുന്നത്, കളിയാക്കുന്നതൊക്കെ. ഈ ജഡ്ജായിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, തമാശ ലൈഫിൻ്റെ പാർട്ടായ ഒരാളെന്ന രീതിയിൽ, ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഇതിനെങ്ങനെ കാണുന്ന കാര്യം? അത് ഞാൻ പറയണത്, ഒരാളെ നമ്മൾ തേജോവധം ചെയ്തങ്ങൾ തമാശ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർമീനിങ്ങും അതുപോലെ തന്നെ തമാശ, ഒരാളെ കളിയാക്കണതൊക്കെയാണ് തമാശ. അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ചാർലി ചാപ്ലിനൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തമാശക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ സിനിമ എടുത്താലും അദ്ദേഹത്തിനെ തന്നെ കളിയാക്കണം, മറ്റുള്ളവരെ കളിയാക്കണ പുള്ളി, അതൊക്കെയാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാളെ നിർത്തി അങ്ങോട്ട് പൊരിക്കാതെ, അല്ലെങ്കിൽ ഒരു ജാതിനെ അങ്ങോട്ട് നിർത്തി പൊരിക്കാതെ, നമുക്ക് ഇത് ചെയ്യാതെ ഒരു തമാശ പറയണമെങ്കിൽ ഒരാളെ കളിയാക്കണം. ഇപ്പം ഇത് തമാശ ഇല്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ, ഇതൊക്കെ തമാശ അല്ല, ഇതൊക്കെ ബോഡി ഷെയ്മിങ് ആണ് എന്ന് പറയുന്ന ആളുകൾ, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവരെന്ത് തമാശയാണ് പറയണത്? അവരേത് രീതിയിലുള്ള തമാശയാണ് ചെയ്യണത്? ഞാൻ പറഞ്ഞ ചില ആളുകൾ ഈ ഇൻ്റർവ്യൂവിന് പറയൂലേ, അവർ പറയേണ്ട തമാശ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നെ. അതെന്താണ്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരാളങ്ങനെ തേച്ചൊട്ടിക്കാനൊന്നും പറ്റില്ല. അത് മാനസികമായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യരുത്. ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ്. സുനാമി വന്നപ്പോൾ എന്നെ 2-3 കാസറ്റിൽ വിളിച്ച്, മിമിക്സ് സുനാമി, കോമഡി സുനാമി എന്ന് പറഞ്ഞു. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അതിനകത്തൊക്കെ പൊന്തി കിടന്നിരുന്ന ആളാണ്. ഒരുപാട് പേരൊക്കെ അതിനകത്ത് അവശതയായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഞാൻ പരമാവധി അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. പിന്നെ കളിയാക്കുന്ന സംഭവം അല്ലാതെ ഇപ്പം പൊട്ടത്തരങ്ങൾ പറയുമ്പോഴാണ് തമാശ വരുന്നത്, അല്ലേ? അല്ലാതെ പിന്നെ എങ്ങനെയാണ്? പിന്നെ എനിക്കിപ്പോൾ ഈ ചോദിക്കാനുള്ളത്, ഇവർ എന്ത് തമാശയാണെന്നുള്ളത് ഇവരെ കൂടി പറയുന്ന ആൾക്കാർ, ഇതൊന്നുമല്ല തമാശ, പുതിയ തമാശ, അതൊരു സ്കിറ്റാക്കി കാണിച്ചതാ, അല്ലേ? അപ്പം നമ്മൾ അറിയാത്ത, നമ്മൾ അറിഞ്ഞൂടില്ല, നമ്മളത് കണ്ട് പഠിക്കുക.
അല്ല അങ്ങനെ നമുക്ക് ഏത് തമാശ എടുത്തു നോക്കിയാലും അല്ലേ അങ്ങനെ ഉണ്ടാവുള്ളൂ അത്. ഈ കഴിഞ്ഞ കാലയളവിൽ മലയാള സിനിമ ഡിസ്കസ് ചെയ്ത പോയിന്റുകളിലൊക്കെ പൊന്തി വന്ന പ്രധാനപ്പെട്ട ചർച്ചകളിലെല്ലാം AR ഉണ്ടായിരുന്നു. ഒരു 3D സിനിമ, വലിയ സിനിമ, ഫാന്റസി, മിത്തൊക്കെ പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ വിജയേട്ടൻ ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യൻ സിനിമയില് പാൻ ഇന്ത്യൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എന്താ ARന്റെ ഒരു ഇപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ വരുന്നു, ഇതൊരു പോസ്റ്റ് റിലീസിലെ എക്സൈറ്റ്മെന്റ്, സന്തോഷം, റെസ്പോൺസ് എങ്ങനെ ശരിക്കും? ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറാണ്. ആദ്യം ഇതിനകത്ത് ഒരു എന്താണ് നമ്മുടെ അജയൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ്, 2 കൂട്ടുകാരന്മാരിൽ ഒരാൾ, അതാണ് ഒരെണ്ണം ബേസിൽ ചെയ്തത്. അപ്പോൾ അതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ഫസ്റ്റ് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എന്നെ ജിതിൻ വിളിച്ചു പറഞ്ഞ്, ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ, എന്താണ്, ഞാനില്ലേ പടത്തിൽ? ചേട്ടൻ ഉണ്ട് ചേട്ടാ, മറ്റേ ക്യാരക്ടർ വേണോ, അല്ലെങ്കിൽ ഞാൻ മൊത്തം വായിച്ചിട്ടുണ്ട്, നമുക്ക് കുട്ടപ്പൻ എന്ന് പറഞ്ഞ കുറച്ച് ഏജാണ്. ഞാൻ പറഞ്ഞു കുട്ടപ്പൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കരുതിയ തമാശ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഇനി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇനിയിപ്പോൾ ഇത് ആർക്കും കൊടുക്കരുത്. അവൻ പറഞ്ഞ് ഞാൻ ഇതാണ് പ്രതീക്ഷ ചേട്ടാ, അങ്ങ് മാറ്റി ചെയ്യാട്ടാ, നമുക്ക് അതിനകത്ത് ഒരാൾ മതി, പിന്നെ അത് വേണം, അത് ചേട്ടൻ സ്ഥിരം ചെയ്യുന്ന പോലെ ആയിപ്പോവും, നമുക്ക് ഇത് പിടിക്കാം കുറച്ച് ഏജായിട്ട്. അപ്പോൾ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ അപ്പം പറഞ്ഞ കാര്യം വേറെ ആർക്കും കൊടുക്കില്ല എന്നാണ്. പക്ഷേ അത് നമുക്ക് ഇത്രയും സിനിമ ചെയ്തതിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടാ, നമുക്കും മാത്രം തോന്നിയതല്ല, കുറേ ആളുകൾ എന്നോട് പറഞ്ഞ് എന്താണ് ബിജുക്കുട്ടൻ ചെയ്തതിൽ ഭയങ്കരമായിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, വളരെ മനോഹരമായിട്ടുണ്ട് എന്ന്. ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു. അതിൽ 3Dയിലാണല്ലോ പടം. 3Dയിൽ ബിജുക്കുട്ടൻ പെർഫോമൻസ് കാണുന്നെങ്കിൽ അല്ല, അത് ഭയങ്കരമാണ്. കാരണം നമ്മൾ കുട്ടിച്ചാത്തനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ബെറോസ് വരും, ആദ്യം ബെറോസ് ആയിരുന്നു. അത് ബെറോസ് വന്നാൽ പോലും 3Dയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയും വലിയ പടത്തിൽ അഭിനയിക്കുക, പിന്നെ അത് ഈ പറഞ്ഞോട്ട് പണ്ടത്തെ പോലെ ഒരു ഹൈപ്പിച്ച് സാധനമൊന്നും അല്ലല്ലോ, അതൊരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പുതിയൊരു പരിപാടി 3Dയിലാണ് തുടങ്ങി. അത് തന്നെ. അല്ല നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കിട്ടാത്ത ഇത് ചിലപ്പോൾ നമ്മൾ ആപ്റ്റ് അല്ലായിരിക്കും ആ സിനിമയിൽ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വരെയായിരിക്കും. ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ റീൽ ചെയ്യുന്നു, സിനിമയുടെ പാർട്ടാവുന്നു, ലൈവ് ഹ്യൂമർ, ജഡ്ജ്മെന്റ്, ശരിക്കും ഇതിൽ ബിജുക്കുട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് എന്താ? ഇതിൽ എന്തെല്ലാം ശരിക്കും ഭയങ്കര കിക്കുള്ള ഇപ്പോൾ? അല്ല, ഇപ്പോൾ കൂടുതലും നമ്മുടെ ചാനലുകളിലുള്ള എല്ലാ ചാനലിലൊന്നും ഇല്ല, ഇപ്പോൾ ഫ്ലവേഴ്സിൽ മാത്രമേ ഉള്ളൂ, അത് വരുമാനം അതാണല്ലോ. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയണത് കുറവാണ്. ഈ പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അത് ഒരു വരുമാനം അങ്ങനെ ഒന്നും നോക്കണില്ല. അതൊരു രസമാണ്. അത് ആൾക്കാരത് ഇഷ്ടപ്പെടണുണ്ടല്ലോ. പല ആളുകളും ചോദിച്ചു എന്താണ് ഇത്രയും വൈകണത്, ചെമ്പൻ വിനോദേട്ടനൊക്കെ എന്നോട് ചോദിച്ചു എന്താ ഇത്രയും വൈകണം, നല്ല രസമുണ്ടല്ല, അത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇട്ടൂടെ. ഞാൻ പുള്ളിയോട് പറഞ്ഞ് ചേട്ടാ ഈ പറഞ്ഞ ചേട്ടൻ തന്നെ ഞാൻ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒരാഴ്ചയിൽ ഇട്ട് കഴിഞ്ഞാൽ ചേട്ടൻ തന്നെ എന്നെ വിളിച്ച് തെറി പറയും, എന്തെന്നാണ് കാണിക്കണത്. അത് സമയം കിട്ടുമ്പോൾ മോളുടെ ഒക്കെ സമയം കിട്ടുമ്പോൾ ഒരെണ്ണം ഇടും, അല്ലാണ്ട് ഇത്ര ദിവസം കഴിഞ്ഞ് ഒരെണ്ണം ഇടണം അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് അതിനൊന്നും വരുമാനമൊന്നും വേണ്ട, അതിന് കിട്ടാനൊന്നും പോകണമെന്നില്ല, വേണ്ട. കാരണം ഒരു സന്തോഷമാണ് അത് എപ്പോഴും. കാരണം ഞങ്ങളല്ലേ ഉള്ളു അവിടെ, ക്യാമറ, വൈഫ്, മോള് പ്ലേ ചെയ്യുന്നു, നിങ്ങളൊരു ഡാൻസ് ചെയ്യുന്നു. അതെ, അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമാണത്. അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് നെഗറ്റീവ് കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വലിയൊരു ഓഡിയൻസ് അത് ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് അതെ അതെ അവര് ഹാപ്പി ആണല്ലോ. അതെ അതെ. പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയണതാണ്, നമ്മൾ കുറേയൊക്കെ വെറുതെ ഇട്ട് വന്നാൽ നമുക്ക് അറിയാൻ പാടില്ല.
അപ്പോൾ ഇടയ്ക്കിടുമ്പോഴാണ് അതിനൊരു ത്രില്ലുള്ളത്. എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ നേരത്തെയൊക്കെ പറഞ്ഞിട്ട് ഓവർ യൂസ് ആയിപ്പോയി. അത് എങ്ങനെയാ ശരിക്കും ഫാമിലി എങ്ങനെയാണ് ഇപ്പോൾ ലൈഫിന്റെ എല്ലാ സ്റ്റേജിലും കൂടിയുള്ള ഒരു ഫാമിലി ആണല്ലോ. ഈ പറഞ്ഞ പോലെ സിനിമ കാണാൻ പോകുന്ന മൊമെന്റുകൾ പറഞ്ഞ പോലെ നിങ്ങൾ റീല് ഷൂട്ട് ചെയ്യുന്ന ഈ ഫാമിലി ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ബിജുകുട്ടൻ എന്ന വ്യക്തിക്ക്. അതെ അതെ അതെ, ഫാമിലി ഭയങ്കര ഫാമിലി വിട്ടുള്ള കളിയൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ എറണാകുളത്തും അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ ഞാൻ ഡെയിലി വീട്ടിൽ വരും. ഡെയിലി വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ പോകുള്ളൂ. അകലേക്കാണെങ്കിൽ മാത്രമേ സ്റ്റേ ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ അങ്ങനെ തന്നെയാണത്. വീട്ടിൽ വന്ന് അവിടുത്തെ ഈ ഇത്തിരി പരിപ്പറിയും ചോറൊക്കെ തിന്ന് തമാശയൊക്കെ പറഞ്ഞ് പിറ്റേ എഴുന്നേറ്റ് പോണ ഒരു സുഖം കിട്ടൂല. അത് ഫാമിലി എനിക്ക് ഞാൻ 250 രൂപ മിമിക്രി കളിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കണത്. അന്ന് 250 രൂപ ഉള്ളു എനിക്ക്. അന്ന് 500 രൂപയ്ക്കുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ഞാനാണ് മൊത്തം കളിക്കണത്. പക്ഷെ 250 രൂപ തരുള്ളൂ. ഞാനൊരു 50 രൂപ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വർഷം വേറെ ആളെ നോക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഞാൻ അതിനകത്ത് നിന്നുള്ളൂ. കാരണം നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിന്നിട്ടോടും എന്തെങ്കിലും സിനിമയിലോ ഒക്കെ കയറാനായിട്ട്. അപ്പം ആ സമയത്ത് മിമിക്രിക്കാരൻ എന്നും പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു തന്നാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ കല്യാണത്തിന് മുമ്പേ അവരുടെ അമ്മനെ അച്ഛനോടൊക്കെ ചോദിച്ചത് എന്താണ് പരിപാടി? മിമിക്രിയാണ്, മിമിക്രിയുടെ ജോലിയാണെന്നാണ് പറയണത്. അവരാരും മിമിക്രിക്കാരല്ല. മിമിക്രി നാടകമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ലെങ്കിൽ മിമിക്രി ഒരു കലയാണ്. അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ വീട്ടുകാർക്ക് തമ്മിൽ അറിയാം. വീട്ടുകാർ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്നുള്ളത്. വൈഫിനെ അറിയാൻ എനിക്കറിയാൻ പാടില്ല. എൻ്റെ അച്ഛനമ്മക്കും അവരുടെ അച്ഛനമ്മക്കൊക്കെ അറിയാമെന്ന്. അപ്പം അങ്ങനെ അവരെങ്ങനെയെങ്കിലും ചോദിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഇത് അന്നേരത്തെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പേ അയൽവക്കക്കാരൊക്കെ പറയുമല്ലോ, ഒരു സജഷൻ കൊടുക്കുമല്ലോ. അപ്പോൾ അതിനകത്തൊന്നും അവർ വീഴാതെ അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് അച്ഛനമ്മനെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു എന്താണ് ഇവിടെ പരിപാടിയൊന്നുമില്ലേ, പരിപാടി ഉണ്ടോ? പിന്നെ അച്ഛൻ്റെയൊക്കെ കൂടെ നമ്മളിങ്ങനെ അവിടുത്തെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് കറങ്ങാനൊക്കെ പോകുമ്പോൾ പറയും. അപ്പം അച്ഛനോട് ഇതാണല്ലേ മറ്റേ മരുമോൻ? അതെ. എന്താ ജോലി? മിമിക്രിയുടെ പരിപാടിയാണ്. അത് നമുക്ക് ഭയങ്കര ഞാനപ്പോൾ പറയാൻ എന്തെങ്കിലും വലിയ ജോലിയൊക്കെ പറയാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അച്ഛൻ പറയും മിമിക്രി ഇല്ലേ, മിമിക്സ് പരേഡിൻ്റെ പരിപാടിയാണെന്ന് പറയും. നമുക്ക് പ്രൗഡാണ്. അയ്യോ അത് ഭയങ്കര ഇന്ന് നോക്കുമ്പോൾ നമുക്കത് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവരാണ് മറച്ചു വെക്കേണ്ടത്, പക്ഷെ അവരത് തുറന്ന് പറയും. പക്ഷെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത്. അവിടെ സിനിമയൊക്കെ കിട്ടി തുടങ്ങുമ്പോഴും സിനിമയിൽ ലൈവ് ആകുമ്പോഴും ബിജുകുട്ടൻ എന്ന ഹ്യൂമൻ ബീയിങ്ങിന്റെ സന്തോഷം ഇവരെല്ലാവരും സന്തോഷമാണല്ലോ. അതെ 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 അതെ, തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട്. അതെ അതെ അതെ, അല്ല അവരും എൻ്റെ മനസ്സിലൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം, എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം. അതിപ്പോൾ ഞാൻ മിമിക്രിയിലല്ലെങ്കിൽ പോലും അവിടെ ഞാൻ പാത്രം കഴുകാനെങ്കിലും പോകും, ഏത് യൂണിറ്റിൽ. അങ്ങനെയെങ്കിലും എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര മോഹമായിരുന്നത്. പിന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ സിനിമയിൽ എടുക്കുമോ. ഞാൻ ഇതുവരെ ചാൻസ് ചോദിക്കാൻ പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സിനിമ നടൻ്റെ ലുക്കൊന്നും ഇല്ല. പക്ഷെ ആഗ്രഹം മനസ്സിലുണ്ട്. എങ്ങനെയെന്നും പറയും എനിക്കൊരു ചാൻസ് തരുമോ, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കട്ടെ. നമുക്ക് അന്നെന്നൊക്കെ പറയും നമ്മുടെ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഒത്ത മനുഷ്യൻ, നല്ല ഹൈറ്റും വെയിറ്റും വെളുപ്പും ഒക്കെ ഉള്ള ഇവരൊക്കെയാണല്ലോ. പിന്നെ ഞാൻ കരുതി നമുക്കത് ഒരു കാലം വരെയായിരിക്കും അങ്ങനെ. പക്ഷെ അതൊന്നും ഈ വൈഫിൻ്റെ വീട്ടുകാർക്കും ഒന്നും അറിയില്ല എനിക്കിങ്ങനൊരു ആഗ്രഹം കൊണ്ട് അറിയില്ല. മിമിക്രി ആയിട്ട് തന്നെ നടക്കും. മിമിക്രി എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ നമ്മളിങ്ങനെ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഉള്ളൊരു മോഹം കൊണ്ട് മിമിക്രിയൊക്കെ തുടങ്ങി. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊരു ജീവിതമാർഗമായിട്ട് തന്നെ എടുത്തിരുന്നത്. അതല്ലാതെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. 500 രൂപ വരെ കിട്ടിയിരുന്നു എനിക്ക് ഒരു കളിക്ക്. പിന്നെ അത് 750 രൂപയായി സലിംകുമാറുടെ ട്രൂപ്പിൽ വന്നപ്പോൾ. അപ്പം അന്ന് അത്യാവശ്യം നല്ല ഇതൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ പിന്നെ സിനിമയുടെ കാര്യമല്ല, അടുത്ത പരിപാടി അടുത്ത വർഷം നല്ല പരിപാടി ഉണ്ടാവണേ, അടുത്ത വർഷം എന്ത് സ്കിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ ജീവിതമാർഗം ഇതായി. അതിനിടയിലാണ് നമുക്ക് ചാനലിൽ വന്നതും സിനിമയിലേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഭാഗ്യം കിട്ടിയെന്ന് പറയണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇനി ഒരുപാട് പേര് ഭാഗ്യമുള്ളവർ നിൽപ്പുണ്ട്. അത് തന്നെയല്ല എല്ലാവരും നമുക്ക് വരണം. ഗ്യാപ്പ് ഇപ്പോൾ വരുന്നത് നമ്മൾ അത് വലിയ ചിന്തിക്കാനൊന്നുമില്ല, വലിയ അതിനെക്കുറിച്ച് വലിയ തല പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ റീലിലും ഓരോ നടന്മാരാണ് ഇപ്പം അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഓരോ റീലിലും ഓരോ നടന്മാരും നടികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് അവരോട് കുശുമ്പെടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാനൊക്കെ അവരെയൊക്കെ ശരിക്കും ആസ്വദിക്കുന്നതാണ്. എല്ലാ പരിപാടിയും ഞാൻ കാണും, സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സിനിമകളായാലും ഒക്കെ. അവരുടെ പരിപാടികളൊക്കെ നല്ല പരിപാടിയാണ്. കാരണം ഹ്യൂമറിനൊക്കെ വ്യത്യാസമുണ്ട്, എന്നാലും കളിയാക്കുന്നതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, പറഞ്ഞ പോലെ തന്നെ. പക്ഷേ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ഭയങ്കര രസമുണ്ട്. ചിലത് ഇപ്പം ആണുങ്ങൾ തന്നെ പെണ്ണിൻ്റെ വേഷം കെട്ടുമ്പോൾ പണ്ടായിരുന്നു മിമിക്രിയിൽ, ഇപ്പം മിമിക്രിയിൽ ഒറിജിനൽ പെണ്ണുങ്ങളൊക്കെ കൊണ്ട് തന്നെ. പക്ഷേ ഈ റീലിലൊക്കെ ഒരാൾ തന്നെ 3 രൂപ അഭിനയിക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമുക്ക് അത് ഒരു തോൽവിയായിട്ട് തോന്നണില്ല. ഭയങ്കര രസമുള്ള കുറേ ടീംസ് ഉണ്ട്. ഒരാൾ തന്നെ 3-4 ചെയ്യണത് അല്ലെങ്കിൽ 4 പേരൊക്കെ ചെയ്യണത് നമുക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. അത് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അവർ സിനിമയിൽ വന്നത് നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് മാറി എന്നാലും പ്രശ്നമൊന്നുമില്ല, നല്ല കാണാല്ല അല്ല. എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചിലപ്പോൾ ഇന്റർവ്യൂ കാണുന്ന പോലെ തന്നെ അവർക്ക് ക്യൂരിയോസിറ്റി ആയിരിക്കും ഈ അറ്റയർ, ഈ ബ്ലാക്ക് മുണ്ട്, ഷർട്ട്, അതിനെന്താ ശരിക്കും ഇങ്ങനെ തന്നെയാണോ യൂഷ്വൽ അറ്റയർ, എന്താണ്? ഞാൻ മിക്കവാറും ഇപ്പം ഈ ബ്ലാക്ക് മുണ്ട് എടുക്കുന്നുണ്ട്. എനിക്ക് എന്തൊരു ഇഷ്ടമുണ്ട്. പിന്നെ ഇപ്പോൾ ശബരിമല സീസണാണല്ലോ, അപ്പോൾ ഇപ്പം കുറച്ച് നോയമ്പ് എടുത്തിട്ടുണ്ട്. ഫോണില്ല, നോയമ്പ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും 41 ദിവസം ഒക്കെ എടുക്കുമല്ലോ, അങ്ങനത്തെ ഒരു നോയമ്പല്ല. ഇപ്പം ഇന്ന് വരെ നോയമ്പുണ്ട്. ഇപ്പം നാളെ നല്ലൊരു ബിരിയാണി ഉണ്ട്, ഞാൻ മാറും. അല്ല നമ്മളത് അന്ന് ഈ പ്രാവശ്യം കുറച്ച് ദിവസം എടുത്താക്കാം എന്ന് പറയില്ല, അങ്ങനെ അത് നേർച്ച കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നാളെ മാറിയാക്കാന്ന് പറയണത്. നല്ലൊരു ബിരിയാണിയോ നല്ലൊരു ചിക്കൻ കറി കണ്ടു കഴിഞ്ഞാൽ നാളെ മാറും, അത് വേറെ കാര്യം. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇത്ര നാൾ എടുക്കണമെന്നൊന്നുമില്ല. ശബരിമലക്ക് പോകുമ്പോൾ 41 ദിവസം ഞാൻ എടുക്കാറുണ്ട്. അച്ഛനും ഒരു 3 വർഷം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ ഞാൻ പോയിരുന്നു, മോളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് കരുതി ഞാൻ അവിടെ കിടന്ന് ഉരുളാനൊന്നും പോകില്ല. ആ വിശ്വാസം, കാരണം നമുക്ക് ഞങ്ങൾ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മൾ പള്ളി കൊണ്ടും അമ്പലം കൊണ്ടും മോസ്കുകളുടെ ഇതുകൊണ്ടും ഒക്കെയാണ് ജീവിക്കുന്നത്, എല്ലാ തരത്തിലുള്ള ഇതുകൊണ്ട്. ഞങ്ങൾ ട്രൂപ്പ് പോകുമ്പോൾ ഏത് അമ്പലമാണ് കാണണമെങ്കിൽ അവിടെ ആദ്യം കാണിക്കിടും, മോസ്ക് ആണെങ്കിൽ അവിടെ ഇടും, പള്ളിയാണെങ്കിൽ അവിടെ ഇടും. പല ജാതിക്കാരുണ്ട് ഞങ്ങൾ. അപ്പം നമുക്കൊരു ജാതി പറയണ കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ല. അതൊന്നും അത് നേരത്തെ എല്ലാ കലാകാരന്മാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഞങ്ങൾ എവിടെ ചെന്നാലും പള്ളിയാണെങ്കിൽ ചെന്ന് ആദ്യം അവിടെ നിറച്ചിട്ടതിന് ശേഷം നമ്മൾ പരിപാടി തുടങ്ങുള്ളൂ, അമ്പലമാണെങ്കിൽ നിറച്ചിട്ടതിന് ശേഷം പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ അത് ഒക്കെ ഭയങ്കര, കാരണം ഇപ്പോഴും ചില ആളുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണത്, ആളുകൾ മാറ്റി നിർത്തി പറയാം. ജാതി മതത്തിൻ്റെ പേരുള്ള ബൗണ്ടറികൾ അതെ ഭയങ്കര പ്രശ്നമാണല്ലോ. അതെ, അല്ല നമ്മൾ പണ്ട് ഇപ്പോഴൊക്കെ നമ്മളിപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ ഇത്തിരി പുള്ളിക്ക് നിസ്കരിക്കാൻ വയ്യോ പോട്ടെ, അത് ഒരു എക്സാഗ്രേറ്റ് ചെയ്ത് പറയണത് അന്ന് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതേ പുള്ളി പോയിട്ട് വരും കേട്ടോ, എന്നിട്ട് പോയാൽ മതി നമുക്ക്. അത് സിമ്പിളായിരുന്നത്. അതുപോലെ അത് വേണ്ട ഇവൻ കഴിക്കൂല, മറ്റേ പോർക്ക് ഇവൻ കഴിക്കൂല, നമുക്ക് പറ്റിയത് പറയാം. അതൊക്കെ സിമ്പിളായിട്ട് പറയണായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറച്ചും കൂടി എക്സാഗ്രേറ്റ്. കാരണം ഞാൻ അങ്ങനത്തെ ആളെയല്ല എന്നറിയാൻ വേണ്ടി ഇവൻ കഴിക്കാത്തത് ഞാൻ കഴിക്കൂല അങ്ങനെയൊക്കെ. പക്ഷെ പണ്ടൊക്കെ നോർമലായിരുന്നു അത്. ശബരിമലക്കൊക്കെ പോകാൻ മാലയിട്ട് കഴിഞ്ഞാലൊക്കെ അതെ അങ്ങനെയൊക്കെ വരില്ല. അതൊരു യൂഷ്വലായിട്ട് സാധാരണഗതിയിൽ പോയിരുന്നതാണ്. പക്ഷെ ഇപ്പോഴതൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര എക്സാഗ്രേറ്റ് ആണ് ഇതിനൊക്കെ. ഈ സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭദ്രൻ ഓൺ എയർ ഷോർട്ട് ഫിലിം, അത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും അതിൻ്റെ ഒരു ഭയങ്കര വ്യൂസ് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ റീച്ച്, വൈറൽ സ്വഭാവമൊക്കെ അതിനുണ്ടായിരുന്നു. ഈ ഭദ്രൻ ഓൺ എയർ ഒരു ഷോർട്ട് ഫിലിമാണ്. ഈ ആളുകൾ എനിക്ക് തോന്നുന്നു ഇപ്പം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ വരാൻ എളുപ്പത്തിൽ ആളുകൾ യൂട്യൂബിലാണല്ലോ, ഓരോ ക്ലിക്കിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പാർട്ടാവാൻ തീരുമാനിച്ചത്? ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പണ്ട് ഷോർട്ട് ഫിലിമിന് പകരം നമ്മുടെ
ഹോം സിനിമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് അത് ഈ മലപ്പുറം, കോഴിക്കോട് അന്നേ തുടങ്ങി എന്നെ വിളിക്കുമായിരുന്നു നല്ല പൈസ കിട്ടുന്നത്. ഞാൻ പോവാറില്ലായിരുന്നൊന്നും സിനിമ. അത് എന്തോ എനിക്കങ്ങനെ ഒരു ഇഷ്ടമല്ല അത്. പിന്നെ ഷോർട്ട് ഫിലിമുകൾ കുറേ വിളിക്കാറുണ്ട്, അതൊന്നും ഞാൻ പോകാറില്ല. ഇത് നമ്മുടെ കൂട്ടുകാരനാണ്, പ്രീമിയർ പെറ്റ്മിനി എന്ന് പറഞ്ഞ ചാനലിൻ്റെ എൻ്റെ കൂട്ടുകാരാണ് നടത്തുന്നത്. അപ്പോൾ അവർ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊറോണക്ക് തുടങ്ങിയിട്ട് നല്ല റീച്ചുള്ള നോബി അതുപോലെ തന്നെ അസീസൊക്കെ ഇപ്പോൾ സിനിമയിൽ. അപ്പോൾ അത് 2 വർഷമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തമാശ ചെയ്യണ്ട കേട്ടോ, എന്തെങ്കിലും നല്ല സീരിയസ് സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി, അത് ചെയ്യാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ലോലിപോപ്പ് എന്ന് പറഞ്ഞ സാധനം ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വേറൊരു സംഭവത്തിൽ വരുമ്പോൾ മോശം, ഇവനൊക്കെ വേറെ പണിയില്ലേ എന്ന്, പഴയ പണിക്ക് തന്നെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമെന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് കൊള്ളാടാ, അങ്ങനെ എന്തെങ്കിലും ഈ ഇടയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കഥ അപ്പോൾ 2 വർഷമായിട്ട് അവർ നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു എൻട്രി എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു സംഭവമുണ്ട് ചേട്ടാ, തമാശയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ വേണ്ട, ഞാൻ കഥ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ഭയങ്കര രസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ടാണ് ചെയ്ത് തീർത്തത്. കഥ കേട്ട് 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത്. ഇത്രയും വലിയ റീച്ചും വ്യൂ ഒക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇത്രയും വലിയ എന്തായാലും മോശമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മൾ അതിനകത്ത് വേറെ എക്സ്ട്രാ കുത്തിക്കറ്റേണ്ട പരിപാടികളൊന്നുമില്ല. നമുക്ക് എന്താ പറയുന്നത്, ആ സിറ്റുവേഷൻ കോമഡികൾ മാത്രം മതി ഇത്. പിന്നെ എന്തായാലും മോശമാവുമെന്ന് എനിക്ക് മോശമാവില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ. അല്ലെങ്കിൽ അവൻ എന്നെ വിളിച്ച് പറയൂല, ഞാൻ ചെയ്യൂല എന്ന് പറയാം. പക്ഷെ ഇത് ടിസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച്. പിന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട്. ആ സോങ് വേണ്ടെന്ന് പറഞ്ഞാണ്, കാരണം ഇങ്ങനെയുള്ള ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ അത് എന്തോ ഭയങ്കര, ഇപ്പം എനിക്ക് 1 മില്യൺ ആകുമ്പോണെന്നാണ്. ഈ റീലിലൊക്കെ എന്താണ് 3 കോടിയും കണ്ടായി റീലുകളിലൊക്കെ. അല്ല ഇത്രയും പോകുമെന്ന് എഴുതിയിരുന്നില്ല കേട്ടോ. പക്ഷെ മോശം പറയുമെന്ന് പറയൂല, അങ്ങനെ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഈ മേക്കിംഗ് ഒക്കെ സിനിമ സെറ്റപ്പിലാണ് ചെയ്യുള്ളൂ, സാധാരണ ഷോർട്ട് ഫിലിം ചെയ്യുന്ന. അപ്പോൾ ഇതിപ്പോൾ സിനിമ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ, അതൊരു ഭാഗ്യമാണത്. പിന്നെ ഇത്രയും ദൈർഘ്യമുള്ളൊരു സംഭവം 34 മിനിറ്റ് എടുത്ത് അത് അങ്ങനെ വരാറില്ല. അതും കണ്ടു തീർക്കാനായിട്ട് വിഷമമല്ലേ. പക്ഷെ ഇതെല്ലാവരും കാണുന്നുണ്ട്, അതൊരു ഭാഗ്യമാണത്.